നമസ്കാരം. ബാലികേറ മലയല്ല ദക്ഷിണേന്ത്യ എന്ന് തെളിയിക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. കർണാടകയിലെ ഭരണം നഷ്ടപ്പെടുകയും തെലങ്കാനയിൽ പ്രതീക്ഷിച്ച പുരോഗതി കൈവരിക്കാതിരിക്കുകയും ചെയ്തതോടെ ദക്ഷിണേന്ത്യയിൽ നിന്നും ബി.ജെ.പി. തൂത്തെറിയപ്പെട്ടു എന്ന പ്രതീതി ജനിപ്പിക്കാൻ ശ്രമിച്ച കോൺഗ്രസിന് തിരിച്ചടി നൽകാനാണ് ബി.ജെ.പി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കച്ചമുറുക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലെ 84-ലധികം സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവരുടെ തീരുമാനം. പാർട്ടിയുടെ ഭാരവാഹി യോഗത്തിന്റെ അവസാന 2 ദിവസങ്ങളിലെ ചർച്ചകളിലാണ് ഇത് സംബന്ധിച്ച സുപ്രധാന ആലോചനകൾ ഉണ്ടായത്. 2019-ൽ പാർട്ടി നേടിയ 303 സീറ്റുകളിൽ ചിലതൊക്കെ ഇത്തവണ നഷ്ടപ്പെട്ടേക്കാം. ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടി സീറ്റ് നില 300-ന് മുകളിൽ തന്നെ നിർത്താനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിലാണ് പാർട്ടി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞു. ഇതോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ യാദവ മറ്റു പിന്നാക്ക വോട്ടുകളിലെ മുന്നേറ്റവും പാർട്ടി ലക്ഷ്യമിടുന്നു. ഇപ്പോൾ നോട്ടമിടുന്ന ദക്ഷിണേന്ത്യയിലെ 84 സീറ്റുകളും ബി.ജെ.പി. ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്തവയാണ്. പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലെ നിരവധി സീറ്റുകൾക്കൊപ്പം 160-ലധികം സീറ്റുകളാണ് ഈ പട്ടികയിലുള്ളതെന്നും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പാർട്ടിയുടെ ഒരു പ്രധാന നേതാവ് പറഞ്ഞു. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ജനങ്ങൾക്ക് മോദിയോടുള്ള താൽപ്പര്യം വർദ്ധിച്ചു വരുമ്പോൾ വോട്ടിംഗ് ദിവസം അവരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്നതാണ് വലിയ ദൗത്യമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. ഈ ഉദ്യമത്തിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം ബൂത്താണ്. നമ്മുടെ ബൂത്ത് കമ്മിറ്റികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു വോട്ടറെ ബൂത്തിലേക്ക് നയിക്കാനുള്ള തന്ത്രങ്ങൾ അവർ രൂപപ്പെടുത്തുന്നത് ഏത് രീതിയിലാണ് എന്നത് വളരെ പ്രധാനമാണ്. കൂടുതൽ ഫലപ്രദവും ശാസ്ത്രീയവുമായ സമീപനം ഇതിനായി സ്വീകരിക്കും എന്നൊക്കെയാണ് നേതാക്കൾ പറഞ്ഞത്. ബൂത്ത് തലത്തിൽ സംഘടനയെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കാൻ വേണ്ട മൈക്രോ ലെവൽ മാനേജ്മെൻറ്റിനാണ് ബി.ജെ.പി. ഊന്നൽ നൽകുന്നതെന്ന് ഈ നീക്കത്തിൽ നിന്ന് വ്യക്തമാണ്. കഠിന പരിശ്രമത്തിന് ശേഷവും ജയിച്ചില്ലെങ്കിലും ഈ സീറ്റുകളിൽ ബി.ജെ.പിയുടെ സ്വാധീനം വിപുലീകരിക്കാൻ കഴിയണമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. 55% വോട്ട് വിഹിതം ലക്ഷ്യമിട്ട് 350 സീറ്റുകൾ നേടുകയെന്ന ലക്ഷ്യവും പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മധ്യപ്രദേശിൽ മോഹൻ യാദവിന് മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം യാദവ വോട്ടുകളെ ലക്ഷ്യമിട്ടാണെന്നാണ് ഒരു കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. യു.പിയിലെ യാദവ വോട്ടുകളാണ് പ്രധാനമായും ബി.ജെ.പി. ഉന്നമിടുന്നത്. രാം മന്ദിർ വിഷയത്തിൽ ബി.ജെ.പി. നേരിട്ട് പ്രവർത്തിക്കുന്നത് കാണാനാകില്ല. എന്നാൽ അതിൻ്റെ അനുബന്ധ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. പാർട്ടിയുടെ ക്ഷേമ നടപടികൾ പരസ്യപ്പെടുത്തുന്ന വിക്ഷിത് ഭാരത ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിൽ മോദിക്ക് ഗ്യാരണ്ടി എന്ന പേരിൽ ബി.ജെ.പി. പുതിയ ക്യാമ്പയിനുമായി വരുമെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ തവണ കർണാടകയിൽ നേട്ടമുണ്ടാക്കാനായെങ്കിലും ഇത്തവണ അത് അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ നീങ്ങുന്ന കോൺഗ്രസിനെ ലക്ഷ്യം വെച്ച് കുമാരസ്വാമിയുമായി സഖ്യം ചേർന്ന് നേടാനാണ് ബി.ജെ.പി. തന്ത്രങ്ങൾ മെനയുന്നത്. തെലങ്കാനയിൽ ബി.ആർ.എസുമായും സമാനമായ സഖ്യമുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ സാധ്യതയില്ലെങ്കിലും എ ക്ലാസ് ആയി കണക്കാക്കിയ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ബി.ജെ.പി. തീരുമാനം. എന്തായാലും തെന്നിന്ത്യ പിടിക്കാൻ ബി.ജെ.പി. പടയെടുത്ത് വരുമ്പോൾ അതിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനും ഇന്ത്യ സഖ്യകക്ഷികൾക്കും കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം.